ഇവൻ ക്ലാസ്സിലിരുന്ന് അവന്റെ പെൻസിൽ എടുത്ത് കടിക്കും. ബ്രാഡ് ഇങ്ങനെ ചെയ്യുന്നത് അവനുണ്ടാക്കുന്ന ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കാനുമാണ് ബ്രാഡ് ഈ പെൻസിൽ എടുത്ത് കടിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്തിട്ടും അവന് ഈ ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ പറ്റുന്നില്ല. ക്ലാസ് ടീച്ചർക്ക് അറിയില്ല ബ്രാഡ് ഒരു വയ്യാത്ത കുട്ടിയാണെന്ന്. ടീച്ചർ അവനെ വിളിച്ചു വരുത്തി എല്ലാവരുടെ മുന്നിൽ വെച്ചും ക്ഷമ ചോദിക്കാൻ പറയും. പിന്നെ അവനെ ഒരു കോർണറിൽ കൊണ്ടിരുത്തും. പക്ഷേ അപ്പോഴും ബ്രാഡ് ശബ്ദമുണ്ടാക്കും. ടീച്ചർ അവന്റെ അമ്മേനെ വിളിച്ചു വരുത്തി ക്ലാസ്സിൽ നിന്ന് പറഞ്ഞുവിടും. ബ്രാഡിന് ടൊറാറ്റോ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. പിന്നെ ഈ രോഗത്തിന് മരുന്നൊന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. മകന്റെ കാര്യം ആലോചിച്ച് അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാണ്. പക്ഷേ ബ്രാഡ് നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. അവൻ അമ്മേനെ സമാധാനിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ മ്യൂസിക് കൺസേർട്ട് നടക്കുമ്പോൾ ബ്രാഡും അവിടെയുണ്ട്. അവൻ അപ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവന്റെ ശബ്ദം മൊത്തം പരിപാടിയെ തന്നെ ബാധിക്കും. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ബ്രാഡ് ഒരു ശല്യമായി മാറും. അപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ അവനെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി ബ്രാഡിനോട് ചോദിക്കും, നീ എന്തിനാ മോനെ എപ്പോഴും ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് എന്ന്. അതിന് ബ്രാഡ് പറയും, എനിക്ക് ഒരു രോഗമുണ്ട്, ടൊറാറ്റോ സിൻഡ്രോം. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്, അല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന് ബ്രാഡ് പറയും. ഇത് കേട്ട് പ്രിൻസിപ്പൽ പറയും, I just want to be treated like everyone. ഇവൻ ക്ലാസ്സിലിരുന്ന് അവന്റെ പെൻസിൽ എടുത്ത് കടിക്കും. ബ്രാഡ് ഇങ്ങനെ ചെയ്യുന്നത് അവനുണ്ടാക്കുന്ന ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കാനുമാണ് ബ്രാഡ് ഈ പെൻസിൽ എടുത്ത് കടിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്തിട്ടും അവന് ഈ ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ പറ്റുന്നില്ല. ക്ലാസ് ടീച്ചർക്ക് അറിയില്ല ബ്രാഡ് ഒരു വയ്യാത്ത കുട്ടിയാണെന്ന്. ടീച്ചർ അവനെ വിളിച്ചു വരുത്തി എല്ലാവരുടെ മുന്നിൽ വെച്ചും ക്ഷമ ചോദിക്കാൻ പറയും. പിന്നെ അവനെ ഒരു കോർണറിൽ കൊണ്ടിരുത്തും. പക്ഷേ അപ്പോഴും ബ്രാഡ് ശബ്ദമുണ്ടാക്കും. ടീച്ചർ അവന്റെ അമ്മേനെ വിളിച്ചു വരുത്തി ക്ലാസ്സിൽ നിന്ന് പറഞ്ഞുവിടും. ബ്രാഡിന് ടൊറാറ്റോ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. പിന്നെ ഈ രോഗത്തിന് മരുന്നൊന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. മകന്റെ കാര്യം ആലോചിച്ച് അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാണ്. പക്ഷേ ബ്രാഡ് നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. അവൻ അമ്മേനെ സമാധാനിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ മ്യൂസിക് കൺസേർട്ട് നടക്കുമ്പോൾ ബ്രാഡും അവിടെയുണ്ട്. അവൻ അപ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവന്റെ ശബ്ദം മൊത്തം പരിപാടിയെ തന്നെ ബാധിക്കും. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ബ്രാഡ് ഒരു ശല്യമായി മാറും. അപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ അവനെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി ബ്രാഡിനോട് ചോദിക്കും, നീ എന്തിനാ മോനെ എപ്പോഴും ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് എന്ന്. അതിന് ബ്രാഡ് പറയും, എനിക്ക് ഒരു രോഗമുണ്ട്, ടൊറാറ്റോ സിൻഡ്രോം. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്, അല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന് ബ്രാഡ് പറയും. ഇത് കേട്ട് പ്രിൻസിപ്പൽ പറയും, I just want to be treated like everyone.